താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപിന് പിന്തുണ കുറയുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളത്രയും. ഇപ്പോൾ അമേരിക്കയിൽ പോലും ട്രംപിനെതിരെയുള്ള വർത്തമാനങ്ങളാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു നയതന്ത്രജ്ഞനോ മറ്റോ പറയുന്നു ട്രംപ് ഇന്ത്യയോട് മാപ്പ് പറയേണ്ടി വരുമെന്നുള്ളത്. സത്യത്തിൽ ട്രംപ് മാപ്പ് പറയുമോ? ട്രംപ് മാപ്പ് പറയണമെന്നാണ് എഡ്വേർഡ് പ്രൈസ് എന്ന് പറയുന്ന ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ വിശകലന വിദഗ്ധൻ, അതായത് നയതന്ത്രജ്ഞാനം ഈ പറയുന്ന അനലറ്റിക്സിൻ്റെയൊക്കെ ഒരു വലിയ ബ്രെയിനുമായിട്ടുള്ള എഡ്വേർഡ് പ്രൈസ് പറയുന്നത്. എഡ്വേർഡ് പ്രൈസ് സാധാരണഗതിയിൽ ഇത്തരം ഒരു വിടുവായൊന്നുമല്ല, വെറുതെ എന്തും പറയുന്ന ഒരു മനുഷ്യനല്ല. കൃത്യമായ അനാലിസിസുകളിൽ മാത്രം പ്രതികരിക്കുന്ന വളരെ അക്കാഡമിക് സ്കില്ലുള്ള ഒരു വളരെ വിദഗ്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. സാമ്പത്തിക കാര്യങ്ങളും ഈ പറയുന്ന നയതന്ത്ര കാര്യങ്ങളും വിദേശ നയങ്ങൾ ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പഠന വിഷയങ്ങളിലൊന്ന്. അപ്പോൾ ഈ അദ്ദേഹം പറയുന്നതിനകത്ത് കൃത്യമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. എന്തിനാണ് ഇന്ത്യയോട് ന്യൂഡൽഹിയോടെന്നാണ് പറയുന്നത്, അതായത് ഇന്ത്യയോട് മാപ്പ് പറയണം ട്രംപ് എന്നാണ്. 50% തീരുവ ചുമത്തിയത് പിൻവലിക്കുകയും വേണം, എന്നിട്ട് വേണം മാപ്പ് പറയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൃത്യമായിട്ടൊരു ഇതും കൂടെ പറയുന്നുണ്ട്. 21ാം നൂറ്റാണ്ടിൻ്റെ നിർണായക ശക്തിയാണ് ഇന്ത്യ. ആ ഇന്ത്യയോട് ഇങ്ങനെ ചെന്ന് പെരുമാറുന്നത് ട്രംപിൻ്റെ ഏറ്റവും മോശം പെരുമാറ്റമാണ്. ഇത് വെറുതെ ഒരു പത്രസമ്മേളനത്തിലോ ഒരു പ്രസംഗത്തിലോ പറയുകയല്ല. ഈ ട്രംപിനോട് എഡ്വേർഡ് പ്രൈസ് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ട്രംപിനോട് നേരിട്ട് പറഞ്ഞു, നിങ്ങളിത് ഈ പരിപാടി നിർത്തണം, നിങ്ങളുടെ ഈ നയം ശരിയല്ല, ഇത് വലിയ അബദ്ധങ്ങൾക്ക് കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിർണായക വോട്ട് ഇന്ത്യക്കുണ്ട് ഇക്കാര്യത്തിൽ. 21ാം നൂറ്റാണ്ടിൻ്റെ നിർണായക വോട്ടാണ് ഇന്ത്യ. അതായത് നമ്മൾ തുറുപ്പുകുലാൻ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇന്ത്യ. ഒരു തുറുപ്പുകുലാനാണ്, തുറുപ്പ് ചീട്ടാണ് ഇന്ത്യ, ലോകത്തിൻ്റെ തുറുപ്പ് ചീട്ടാണ് ഇന്ത്യ. അപ്പോൾ ആ തുറുപ്പ് ചീട്ട് ഈ അമേരിക്ക വേണ്ട എന്ന് വയ്ക്കണം, ഇല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേരണ്ട, ഇന്ത്യയെ കൂടെ കൂട്ടണ്ട എന്ന് വിചാരിക്കുമോ? അങ്ങനെ ഇങ്ങനെ അപഹാസ്യനാവുന്ന ട്രംപ്, നമുക്കറിയാമല്ലോ, ഒരു ചീട്ടുകുത്തലെ തുറുപ്പ് ചീട്ടാണ് ഇന്ത്യയെങ്കിൽ ട്രംപ് ഇപ്പോൾ ഒരു ജോക്കറാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പരിതപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും വിദഗ്ധനായ എഡ്വേർഡ് പ്രൈസിനെ പോലുള്ള വലിയ മനുഷ്യന്മാർ അമേരിക്കയ്ക്ക് കൃത്യമായ വാണിംഗ് കൊടുക്കുന്ന, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങളിത് ചെയ്യരുതെന്ന്. എന്നിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് റഷ്യയും ചൈനയും ലോകത്തിൻ്റെ അന്താരാഷ്ട്ര ശക്തിയുടെ സന്തുലനം പുനർനിർമ്മിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഈ ബാലൻസ് അവരങ്ങ് കൺട്രോൾ ചെയ്യും, അവരുടെ നിയന്ത്രണത്തിലാവും. അങ്ങനെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള ഒരു കൈയുണ്ടല്ലോ അതങ്ങ് നഷ്ടപ്പെടുമെന്നുള്ളത് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ആ പങ്കാളിത്തത്തിലേക്ക്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടല്ലോ, ആ പങ്കാളിത്തത്തിലേക്ക് മടങ്ങി വരണം എന്നാണ് എഡ്വേർഡ് പ്രൈസ് പറയുന്നത്. അല്ലാത്ത പക്ഷം ട്രംപിന് വലിയ നഷ്ടങ്ങൾ, അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. കറുത്ത അധ്യായമായി ട്രംപിൻ്റെ ഭരണകാലത്തെ രേഖപ്പെടുത്തും. ഇന്ത്യയെ പിണക്കുന്നത് ഒട്ടും നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ട്രംപിൻ്റെ വിദേശ നയം വിവേകശൂന്യമാണെന്നാണ് എഡ്വേർഡ് പ്രൈസ് പറയുന്നത്. നിലപാട് സ്വീകരിക്കുന്നതിൽ വലിയ വീഴ്ച വന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യക്കെതിരെ ചുമത്തിയ താരിഫുകൾ തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണെന്നും ഈ സമീപനമല്ല ഇന്ത്യയോട് അമേരിക്ക കാണിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ എന്തുകൊണ്ട് ഒപ്പം കൂട്ടണമെന്നുള്ളതിൻ്റെ വിശദീകരണവും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് പറയുന്നത്. മറ്റ് സ്വാധീനങ്ങൾക്ക് വശപ്പെടാത്ത, ഇപ്പോൾ ചൈനയോട് അടുക്കുന്നു എന്നുള്ള ഘട്ടത്തിൽ പോലും ചൈനയ്ക്ക് സ്വാധീനപ്പെടാത്ത സ്വന്തമായി നിലപാടുള്ള നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയുകയാണ്. നരേന്ദ്രമോദി സ്വതന്ത്രമായി തീരുമാനം എടുക്കുന്ന ആളാണ്, മറ്റാർക്കും നിന്നു കൊടുക്കാത്ത ആളാണ്. അമേരിക്കയ്ക്ക് നിന്നു കൊടുക്കുന്നില്ല, അമേരിക്കയ്ക്ക് യാതൊരു വശത്തിലും അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങുന്നില്ല. നമുക്കറിയാമല്ലോ എങ്ങനെയായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ഒന്നാം UPA സർക്കാരിൻ്റെ സമയത്ത് ജോർജ് ബുഷ് ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ട് ഇയാളുടെ കാതിൽ പറയുക, മൻമോഹൻ സിംഗിൻ്റെ കാതിൽ പറയുകയാണ്, ഐ വോണ്ട് ദാറ്റ് ഡീൽ, എനിക്ക് ആ ഡീല് വേണം, നിങ്ങളത് ഒപ്പുവെക്കണം, ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗിനെ ഇങ്ങനെ വിമർശിച്ച് പറയുന്നത്, പീപ്പിൾ ഓഫ് ഇന്ത്യ ലവ്സ് യു സാർ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതായിട്ടൊരു വിമർശനം മൻമോഹൻ സിംഗിനെ പറ്റിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻകാർ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങനെ നമുക്കറിയാമല്ലോ മൻമോഹൻ സിംഗിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരുന്നു എന്നുള്ളത്. വേൾഡ് ബാങ്കിൻ്റെ പെൻഷൻ വാങ്ങിക്കുന്നതുകൊണ്ടായിരുന്നു അത് എന്നാണ് പറഞ്ഞിരുന്നത്. പൂർണ്ണമായിട്ടും ചെയറിലിരിക്കില്ല. ഈ പറയുന്ന ജോർജ് ബുഷ് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പാതിയേ ഇരിക്കുകയുള്ളൂ, പാതി വെളിയിൽ കിടക്കും. ആ രീതിയിലായിരുന്നു മൻമോഹൻ സിംഗ് ഇരുന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഷീ ജിൻപിങ് ഇന്ത്യയിൽ വന്നപ്പോഴുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം. ഷീ ജിൻപിങ്ങിനെ സ്വീകരിക്കുന്ന സോണിയാഗാന്ധിയാണ്, മൻമോഹൻ സിംഗ് ഒരു സൈഡിൽ മാറി നിൽക്കുക. ആദ്യം എന്നിട്ട് സോണിയാഗാന്ധി കയറി പോകുന്നു, ഒപ്പം ഷീ ജിൻപിങ് കയറി പോകുന്നു, പുറകെ മൻമോഹൻ സിംഗും അയാളുടെ സ്റ്റാഫും കൂടെ കയറി പോകുന്നു. എന്തൊരു ഗതികെട്ട സമയമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, കിച്ചൺ ക്യാബിനറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. കിച്ചൺ ക്യാബിനറ്റിൻ്റെ കൺട്രോളിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളതാണ്. ഒരു നൂൽപ്പാവയായിട്ട്
മൗനി ബാബ എന്നൊക്കെ കളിയാക്കി വിളിക്കാറുണ്ട്. ആ അവസ്ഥയിലല്ല ഇന്ത്യ ഉള്ളത്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയെ വിലയിരുത്തുന്നത്. ഇന്ത്യ കൃത്യവും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന ഒരു ഭരണക്രമം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ എന്നും പ്രൈസ് പറയുന്നുണ്ട്. പ്രൈസ് പറയുക, ഇത് ഇന്ത്യക്ക് വേറൊന്നിനെയും നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യമുണ്ട്. അവരുടെ വികസന താല്പര്യം, അവരുടെ വ്യവസായ താല്പര്യം, അവരുടെ രാഷ്ട്ര താല്പര്യം, ഈ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് അവർ കോംപ്രമൈസിന് തയ്യാറാകില്ല, സന്ധിക്ക് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രൈസ് പറയുന്നത് ട്രംപിനോട്, ട്രംപ് നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ അവിടെ ചെന്ന് അവരോട് താരിഫ് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്നൊരു ചോദ്യവും കൂടി അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ ജനതയോടും മോദിയോടും നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്യാവശ്യ നടപടികൾ സ്വീകരിക്കാതെ വന്നാൽ, അത് ഇന്ത്യയും ചൈനയുടെയും റഷ്യയുടെ പക്ഷത്തേക്ക് മാറിയാൽ അതൊരു പുതിയ ശക്തിയുടെ ചേരി രൂപപ്പെടുത്തുമെന്നാണ് പ്രൈസ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് ഒട്ടും ഗുണകരമായില്ല. അമേരിക്കയുടെ പ്രായോഗിക വികസനത്തെ പോലും അത് ബാധിക്കുമെന്ന് എഡ്വേർഡ് പ്രൈസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗുരുതരമായ ഭീഷണിയായിട്ട് വരുന്നത്. കാരണം അമേരിക്കൻ താല്പര്യങ്ങൾ ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുക ലോകത്താകെ. നമുക്കറിയാം വെസ്റ്റ് ഏഷ്യയിൽ എല്ലായിടത്തും സൈനിക കേന്ദ്രങ്ങളുണ്ട്. ആഫ്രിക്ക പിന്നെ ഈ പറയുന്ന ചൂഷണം ചെയ്യാനായിട്ട്, അതായത് ഒരു സിറിഞ്ച് കുത്തി അതിൽ നിന്ന് വലിച്ചൂറ്റിയെടുക്കുന്ന സ്വഭാവമാണ് അമേരിക്ക ആഫ്രിക്കയോട് കാണിക്കുന്നത്. എന്നിട്ട് പോലും ആഫ്രിക്ക സ്വതന്ത്രവും അവരുടെ സ്വന്തവുമായിട്ടുള്ള ഒരു വികസനത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പം മാറി പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് തീരെ പിടിക്കുന്നില്ലെങ്കിലും ലാറ്റിൻ അമേരിക്ക അതുകൊണ്ടാണ് അമേരിക്കയോട് ഇപ്പോൾ പോരെടുത്തുകൊണ്ടിരിക്കുന്നത്. വെനിസ്വേല അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് എതിരാണ്. അപ്പോൾ ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് പോലും അമേരിക്കയുടെ അനാവശ്യ ഇടപെടലുകൾ ഇഷ്ടമല്ല. ഫിലിപ്പൈൻസ് പലതവണ അമേരിക്കയുടെ തുറന്നു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ കയറി ഇടപെടരുത്. അതുപോലെ തന്നെ സിംഗപ്പൂരും മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ പോലും അധികമായിട്ടുള്ള US ഇടപെടലുകളെ നിശിതമായി വിമർശിക്കാൻ പോലും തയ്യാറാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് എഡ്വേർഡ് പ്രൈസ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പറയുന്ന അപകടത്തെ. അതായത് റഷ്യയുടെയും ചൈനയുടെയും പക്ഷത്തേക്ക് ഇന്ത്യ ചേക്കേറിക്കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നാണ്. 21-ാം നൂറ്റാണ്ടിലെ നിർണായക ശക്തി എന്ന് പറഞ്ഞതിന് മറ്റൊരു അർത്ഥവും കൂടെ. അതായത് അത് എഡ്വേർഡ് പ്രൈസ് ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ എന്നുള്ളതാണ്. ഇനിയും പോപ്പുലേഷനാണ്. അതായത് 2050 ഇന്ത്യയുടെ കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ ലോകത്തിൻ്റെ ഒരു ഗംഭീരമായ പോപ്പുലേഷൻ മുഴുവൻ ഏതാണ്ട് ഇന്ത്യയും ചൈനയും കൂടെ ചേരുമ്പോഴത്തെ 50% ഉണ്ടെങ്കിൽ ഇന്ത്യ ഒറ്റയ്ക്ക് ഏതാണ്ട് ഒരു 30-35% വരെ വളർന്നേക്കാമെന്നൊരു സൂചന കൂടിയുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പോപ്പുലേഷനായിട്ട് ഇന്ത്യക്ക് വളരാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ളവരെയാണ് പിന്നെ ഇവിടെ നിറയുമ്പോൾ, ആൾക്കാരെ കൊണ്ട് നിറയുമ്പോൾ അവർ പുറത്തേക്കല്ലേ പോവുക സ്വാഭാവികമായിട്ടും. അപ്പോൾ ലോകത്തിന് മാൻ പവർ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന, ലോകത്തിനൊരു മാർക്കറ്റ് സിസ്റ്റമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന, എന്തും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന രാജ്യം. അതാണ് എഡ്വേർഡ് പ്രൈസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന രാജ്യമാണ്. അതിനെ മാർക്കറ്റ് എന്നല്ല വിളിക്കുന്നത് അവർ. എന്തും പർച്ചേസ് ചെയ്യാൻ കഴിവുള്ള ആൾ. നമ്മൾ ഒരുത്തൻ ചുമ്മാ വാങ്ങിക്കൂട്ടുന്നവനൊരുത്തനെ പറയുമോ, എന്തും വാങ്ങിക്കുന്നവനെന്ന് പറയുമോ, അവന് നല്ല കാശുണ്ട്, എന്തും വാങ്ങിക്കാൻ പറ്റും അവനെ കൊണ്ട്, വില കൊടുത്ത് വാങ്ങുക, എന്തും വില കൊടുത്ത് വാങ്ങുന്നവൻ. ആ ഒരു പവറാണ്, അവൻ്റെ പവറാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇന്ത്യയെ പറ്റിയിട്ട് എഡ്വേർഡ് പ്രൈസ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയോട് താരിഫ് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന്. അതൊരു നിർണായകമായ, വളരെ ശക്തമായ ട്രംപിന് മേലുള്ള വിമർശനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.